നമസ്കാരം. 5ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റായ ചേഞ്ചസ് റോഡ് ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്ന യൂണിറ്റ് നമുക്കിന്ന് ആരംഭിക്കാം. നമ്മൾ മുൻ പാഠഭാഗങ്ങളിൽ പഠിച്ച് ഇരുന്ന പല സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടായി അല്ലേ. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ഇതിൽ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും പാഠഭാഗത്തിൻ്റെ ഹെഡിങ് എന്ന പോലെ ചേഞ്ചസ് റോഡ് ബൈ അയൺ അല്ലേ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ എന്നാണ്. അതായത് അതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾക്കും ലോഹങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയാണ്. ക്രമേണ മനുഷ്യർ ഇരുമ്പ് അയൺ എന്ന ലോഹം കണ്ടെത്തുകയും അതിൻ്റെ ഉപയോഗം മനുഷ്യരിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു മാപ്പ് കാണാവുന്നതാണ്. ആ മാപ്പിൽ നോക്കുമ്പോൾ കുറച്ച് നദികളുടെ പേരാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻഡസ് അഥവാ സിന്ധു, ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, പിന്നെയോ ഗംഗ അല്ലേ. അപ്പോൾ ഇത്രയും നദികളുടെ പേര് കാണാനുണ്ട് അല്ലേ. അപ്പോൾ ഈ നദികളിൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നദികൾ ഏതൊക്കെയാണ്? ഗംഗ ഒഴികെ ബാക്കിയെല്ലാം വടക്ക് പടിഞ്ഞാറാണ് അല്ലേ. അതിൽ തന്നെ പ്രധാനമായിട്ടും ഇൻഡസ് സിന്ധു നദിയാണ്. ഈ സിന്ധു നദിയുടെ പോഷക നദികളാണ് നമുക്കതിൽ കാണപ്പെടുന്ന ഏതൊക്കെ? ജലം, ചിനാബ്, രവി, സത്ലജ്, പിന്നെ ബിയാസ് അല്ലേ. ഇതെല്ലാം ഈ സിന്ധു നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലുള്ള സൈഡിലുള്ള ഈ നദിയുടെ തീരങ്ങളിലാണ് ഹരപ്പൻ സംസ്കാരം ഉടലെടുത്തത്. ഏകദേശം 3500 വർഷം മുൻപ്, 3500 ഇയേഴ്സ് ആകും ഏകദേശം. ആ സമയത്ത് ആര്യന്മാർ എന്ന ഒരു ജനവിഭാഗമാണ് അവിടേക്ക് കുടിയേറി പാർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ അറിവെല്ലാം നമുക്ക് ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. ഈ വേദങ്ങൾ രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ വേദങ്ങൾ വായ്മൊഴിയിലൂടെയാണ് ആളുകളിലേക്ക് പകർന്നിരുന്നത്. മനസ്സിലായോ? അപ്പോൾ വേദങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച്, ഈ ഹരപ്പൻ സംസ്കാരത്തിൽ ഈ ആര്യന്മാർ അവിടെ കുടിയേറി പാർത്തതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ നദികളുടെ പേരുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഡസ് റിവറിൻ്റെ, അതായത് സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള പോഷക നദികളായിട്ടുള്ള ഏതൊക്കെയാണ്? രവി, സത്ലജ്, ബിയാസ്, പിന്നെ ഏതൊക്കെയാണ്? ജലം, ചിനാബ് അല്ലേ. ഈ നദികളുടെ തീരങ്ങളിലാണ് ഹരപ്പൻ സംസ്കാരം ഉടലെടുത്തത്. അപ്പോൾ ഈ ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അന്നത്തെ കാലത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വേദങ്ങളിലൂടെയാണ്. അപ്പോൾ വേദങ്ങൾ രചിച്ചിരുന്നത് സംസ്കൃത ഭാഷയിലാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ വായ്മൊഴിയിലൂടെയാണ് ഇത് പകർന്നിരുന്നത്. അപ്പോൾ എന്താണ് ഈ വേദം എന്ന് പറയുമ്പോൾ, വേദകാലഘട്ടം എന്ന് പറയുമ്പോൾ, വേദകാലം എന്ന് പറയുമ്പോൾ എന്താണ്? വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദ വേദിക് പീരീഡ്. കണ്ടോ, അതാണ് വേദകാലഘട്ടം എന്നറിയപ്പെടുന്നത്, വേദിക് പീരീഡ് എന്നറിയപ്പെട്ടിരുന്നത്. കണ്ടോ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിച്ചിരിക്കുന്ന ആ മനുഷ്യജീവിതം നിലനിന്നിരുന്ന ആ കാലഘട്ടം, അതാണ് വേദകാലം എന്നറിയപ്പെട്ടിരുന്നത്. പക്ഷേ നമുക്കപ്പോൾ ഈ വേദകാലഘട്ടത്തെ തന്നെ പിന്നെയും ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമുക്കൊരു ചാർട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഏതാണ്? ആ വേദകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ചാർട്ടാണ്. അതിൽ നോക്കാം, വേദിക് പീരീഡ് അല്ലേ. എന്താണ് ആ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ? അതേതാണ് ഇയർ പറയണം നോക്കൂ. 1500 1500 ടു 600 BC, 600 BC. കണ്ടോ, BC ആണ്. കണ്ടോ, ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ AD-യും
ബി സിയും നമ്മൾ പഠിച്ചതാണ് മുൻ ക്ലാസ്സുകളിൽ അല്ലേ. അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ബി സി ആണ്, അതാണ് 1500 to 600 എന്ന് കാണുന്നത്. ഉണ്ടോ? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്, പിന്നിലേക്കാണ് അവിടെ പറയുന്നത്. അപ്പോൾ 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തന്നെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഋഗ്വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും. അതായത് ഋഗ്വേദ കാലവും പിൽക്കാല വേദകാലവും. അപ്പോൾ ഈ ഋഗ്വേദ കാലം അഥവാ ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കൂ, 1500 മുതൽ 1000 BC വരെ. ഉണ്ടോ? 1500 to 1000 വരെയാണ് ഋഗ്വേദിക് പീരീഡ്. അത് ഋഗ്വേദമാണ്. മനസ്സിലായോ? അന്നത്തെ അതിൽ ഋഗ്വേദമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വേദങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ, 4 വേദങ്ങളാണ്. അത് ഞാൻ ഇതിൻ്റെ പിന്നാലെ പറഞ്ഞു തരാൻ വെച്ചിട്ടാണ്. 4 വേദങ്ങളാണ്, അതിൽ ഋഗ്വേദമാണ് ആ കാലഘട്ടത്തിൽ. പിന്നീട് പിൽക്കാല വേദ കാലഘട്ടം, അതാണ് ലേറ്റർ വേദിക് പീരീഡ്. അത് 1000 to 600 BC വരെയാണ്. അതിലാണ് സാമവേദവും അഥർവവേദവും യജുർവേദവും നിൽക്കുന്നത്. അപ്പോൾ വേദിക് പീരീഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി നമുക്ക്. ഈ വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് ആ കാലഘട്ടം? 1500 മുതൽ 600 BC വരെയാണ്. ഉണ്ടോ? അതിൽ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1500 മുതൽ 1000 വരെ ഋഗ്വേദിക് കാലഘട്ടവും പിന്നെയോ പിൽക്കാല വേദ കാലഘട്ടവും. അത് ഏത് വർഷം തൊട്ടിക്കുക? 1000 മുതൽ 600 വരെയാണ് അല്ലേ. അപ്പോൾ ഈ ചാർട്ടിലെ ഈ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കണം, പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് ഒന്ന് നോക്കി നോക്കൂ. എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ആ ചാർട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? അതിൽ ആദ്യം പറയുന്നുണ്ട് എന്താ? BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം അല്ലേ. ദ പീരീഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 600 BC ഈസ് നോൺ ആസ് ദ വേദിക് പീരീഡ്. പിന്നെയോ ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. ഋഗ്വേദ ഈസ് ദ ഏർലിയസ്റ്റ് എമംഗ് ദ വേദാസ്. പിന്നെന്താ പറയണേ? ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം, അതായത് ദ പീരീഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഋഗ്വേദ ഈസ് നോൺ ആസ് ദ ഋഗ്വേദിക് പീരീഡ്. കണ്ടോ? ഋഗ്വേദ കാലഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ 4 വേദങ്ങളുടെ പേര് പഠിക്കണം. ഏതൊക്കെയാണ് ആ 4 വേദങ്ങൾ? ഋഗ്വേദം, പിന്നെ സാമവേദം, യജുർവേദം, അഥർവവേദം. ഇതാണ് ആ 4 വേദങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡസ് റിവറിനെ കുറിച്ച് അല്ലേ, സിന്ധു നദിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഭാഗത്തെ വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടും, സപ്ത സിന്ധു പ്രദേശം എന്ന പേരിൽ അറിയപ്പെടും. സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളായ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയും അതുപോലെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുള്ള സരസ്വതിയും ചേർന്ന ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ നദീതടമാണ് സപ്ത സിന്ധു പ്രദേശം എന്നറിയപ്പെട്ടിരുന്നത്. ഉണ്ടോ? അപ്പോൾ സപ്ത സിന്ധു പ്രദേശം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? സിന്ധു നദി, അതായത് ഇൻഡസ് റിവർ, പിന്നെ 5 പോഷക നദി ഏതൊക്കെയാ? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത് കൂടാണ്ട് ഭൂമിക്കടിയിലൂടെ ഒരു നദി കൂടി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്? സരസ്വതി. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ്, ഈ 7 നദികളും ചേർന്നുകൊണ്ടാണ് അതിന് സപ്തസിന്ധു പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ആര്യന്മാർ കുടിയേറി താമസമുറപ്പിച്ചത് അപ്പോൾ ഈ പ്രദേശത്തായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 4 വേദങ്ങളുടെ പേര് പഠിക്കണം, ആ വേദ കാലഘട്ടം, ആ ഇയർ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതായത് ഏതൊക്കെയാണ്? 1500 മുതൽ 600 BC വരെ അല്ലേ. 1500 to 600 BC. അതിൽ തന്നെ ഋഗ്വേദ കാലമുണ്ട്. അതായത് ഋഗ്വേദി പീരീഡ് 1500 to 1000 വരെ. പിന്നീട് 3 വേദങ്ങളുടെ കാലഘട്ടമാണ്. ഏതൊക്കെ? പിൽക്കാല വേദ കാലഘട്ടം അല്ലേ, വേദിക് പീരീഡ്. അതേതൊക്കെയാണ്? 1000 to 600 BC. അതിലേതൊക്കെയാണ് വരണേ? 3 വേദങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ദ മെഷർ ഓഫ് വെൽത്ത്, കാലികൾ സമ്പത്തായപ്പോൾ എന്ന ഭാഗം നോക്കാം നമുക്ക്. അവിടെ
പ്രധാനമായിട്ടും അന്നത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരനായ എ.എൽ. ബാഷാം, അതായത് ആര്യന്മാരുടെ അന്നത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് എ.എൽ. ബാഷാം എന്ന ഹിസ്റ്റോറിയൻ എന്താണ് പറയുന്നത് നോക്കൂ. ദ ഫാർമേഴ്സ് പ്രൈഡ് ഫോർ ദ ഇൻക്രീസ് ഓഫ് കാറ്റിൽ, ദ വാരിയേഴ്സ് എക്സ്പെക്റ്റഡ് കാറ്റിൽ ആസ് ബൂട്ടി, ആൻഡ് ദ സാക്രിഫിഷ്യൽ പ്രീസ്റ്റ് വാസ് റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്. എന്താ ശ്രദ്ധിക്കുക, ദ ഫാർമേഴ്സ് പ്രൈഡ് ഫോർ ഇൻക്രീസ് ഓഫ് കാറ്റിൽ, അതായത് കർഷകർ പ്രാർത്ഥിച്ചിരുന്നത് കന്നുകാലികളെ കിട്ടാനായിരുന്നു. ദ വാരിയേഴ്സ് എക്സ്പെക്റ്റഡ് കാറ്റിൽ ആസ് ബൂട്ടി ആൻഡ് ദ സാക്രിഫിഷ്യൽ പ്രീസ്റ്റ് വാസ് റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്. അതുപോലെ യോദ്ധാക്കൾ യുദ്ധം ചെയ്ത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. കണ്ടോ, യോദ്ധാക്കൾ അന്ന് യുദ്ധം ചെയ്തിരുന്നത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ കാലഘട്ടത്തിൽ കന്നുകാലികൾക്ക് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്, കാറ്റിൽസിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അപ്പം അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും കന്നുകാലി മേഖലയായിരുന്നു ഉപജീവന മാർഗം, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ കന്നുകാലികൾക്ക് അന്ന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. കണ്ടോ, യുദ്ധങ്ങൾ നടത്തിയിരുന്നത് പോലും ഇത്തരത്തിൽ കന്നുകാലികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ പ്രീസ്റ്റുകൾ ഒക്കെ യാഗങ്ങൾ നടത്തിയിരുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കന്നുകാലികളെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കണ്ടോ, അപ്പോൾ അത്തരത്തിൽ കന്നുകാലികളെ ആശ്രയിച്ചായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ജീവിതം എന്ന് നമുക്ക് ഏറെക്കുറെ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി മേഖലയായിരുന്നു. പിന്നെ ബാർലി കൃഷി ചെയ്തിരുന്നു, മനസ്സിലായോ? അപ്പോൾ പ്രധാനമായിട്ടും അന്ന് അത്തരത്തിൽ ഈ കന്നുകാലി മേഖലയൊക്കെ നടത്തിയിരുന്ന കൂട്ടങ്ങൾ, ഗോത്രത്തിലെ ഒരു തലവനൊക്കെ ഉണ്ടായിരുന്നു. രാജൻ എന്നാണ് ഗോത്ര തലവൻ അറിയപ്പെട്ടിരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാം, ശ്രദ്ധിക്കാം. ഡ്യൂറിങ് ദ വേദിക് പീരീഡ് കാറ്റിൽ വെയർ കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത്. കണ്ടോ, ഋഗ്വേദ കാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു, മനസ്സിലായോ? കന്നുകാലികളായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ സമ്പത്ത് എന്ന് പറഞ്ഞിരുന്നത്, മനസ്സിലായോ? ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിൽ കുറേ കാശുണ്ട്, പണം അല്ലെങ്കിൽ കുറേ സ്വർണം, അതൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കന്നുകാലികളായിരുന്നു സമ്പത്ത് ആയിട്ട് കണക്കാക്കിയിരുന്നത് പ്രധാനമായിട്ടും. ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിങ്, അതായത് ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലായിരുന്നു. പീപ്പിൾ വെർ ഓൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, കൂടാതെ കൃഷിയും ചെയ്തിരുന്നു. ഏതായിരുന്നു കൃഷി? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ? ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി, പ്രധാന വിള എന്ന് പറയുന്നത് ബാർലി ആയിരുന്നു. ദ ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് ഹു റെയർഡ് കാറ്റിൽ വെർ നോൺ ആസ് ട്രൈബ്സ്, അതായത് കാലികളെ മേച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കണ്ടോ, ആ കന്നുകാലികളെ മേച്ച് നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ ചീഫ്റ്റൈൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ. കണ്ടോ, ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ ട്രൈബ്സ് ഫോട്ട് ഈച്ച് അതർ ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റിൽ. കണ്ടോ, കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. കണ്ടോ, ഇന്നത്തെ പോലെ സ്വർണത്തിനോ കാശിനോ വേണ്ടിയൊന്നും അല്ല അന്ന് ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നത് കന്നുകാലികൾക്ക് വേണ്ടിയായിരുന്നു. There were battles among different Aryan tribes as well as between the Aryans and the non-Aryans. കണ്ടോ, അപ്പോൾ ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവർ തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. The Aryans possessed horses and weapons made of copper and bronze. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. ആര്യന്മാർക്ക് ആയുധങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടൊക്കെയാ? വെങ്കലം കൊണ്ടും ബ്രോൺസ് കൊണ്ടും അതുപോലെ ചെമ്പ് കൊണ്ടും കോപ്പർ കൊണ്ടുമുള്ള
ആയുധങ്ങളുണ്ടായിരുന്നു, കൂടാതെ കുതിരകളും ഉണ്ടായിരുന്നു. വിത്ത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് ദേ കോൺക്വേർഡ് ദ നോൺ ആര്യൻസ്. കണ്ടോ, ഈ അവയുടെ സഹായത്താൽ, ഈ ആനുകൂല്യം, ഈ കുതിരകൾ, അതുപോലെ ആയുധങ്ങൾ, ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ കൊണ്ട് തന്നെ ഈ ആര്യന്മാരെ കീഴടക്കി. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ വെയർ നോൺ ആസ് ദാസാസ് ഓർ ദാസ്യൂസ്. അതായത് ഈ കീഴടക്കപ്പെട്ടവർ, യുദ്ധത്തിൽ കീഴടക്കിയല്ലോ, ആര്യന്മാരല്ലാത്തവർ കീഴടക്കും, അവരെ ദാസന്മാരെന്ന് അല്ലെങ്കിൽ ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. മനസ്സിലായോ? ദാസന്മാരെന്നും ദസ്യൂസ് അല്ലെങ്കിൽ ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. ആര്യൻസ് ക്യാപ്ചേർഡ് ദ കാറ്റിൽ ഓഫ് ദ ഡിഫീറ്റഡ് നോൺ ആര്യൻസ്. കണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യും? ആര്യന്മാരല്ലാത്തവരെ, ഈ കീഴടക്കപ്പെട്ടവരുടെ കന്നുകാലികളെ കൈക്കലാക്കും. മനസ്സിലായോ? ഇത്തരത്തിൽ ഒരു രീതിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താ പറയണത് നോക്കാം. അവരുടെ ജീവിത രീതിയെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ്? നമുക്കതിലൊരു ചിത്രം കാണാനുണ്ട് അല്ലേ? എന്താണ്? ഒരു ചാരനിറത്തിലുള്ള ഒരു മൺപാത്രമാണ് അല്ലേ, ഗ്രേവെയർ. അപ്പോൾ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമായിരിക്കാം അല്ലേ? നോക്കാം, എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ്ഡ് ദ ഗോഡ്സ് സച്ച് ആസ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി ആൻഡ് ഗോഡ്സസ് സച്ച് ആസ് അതിഥി ആൻഡ് ഉഷസ്. അതായത് ഋഗ്വേദ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. കണ്ടോ, അന്നത്തെ കാലത്തും ഇങ്ങനെ ദൈവത്തിനെയൊക്കെ ആരാധിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു ദൈവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്ത് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, അതുപോലെ ദേവതമാരായിട്ടുള്ള അതിഥി, ഉഷസ് അല്ലേ. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മൺപാത്രം, അതാണ് നമുക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടോ? ദ പോട്രി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേവർ. കണ്ടോ, ഗ്രേ നിറത്തിൽ ആ നിറത്തിൽ, ചാര നിറത്തിലുള്ള ഒരു മൺപാത്രമാണ് നമുക്കവിടെ കാണുന്നത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നദികളുടെ പേരുകൾ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നദികളുടെ പേരുകൾ, ആ നദീതീരങ്ങളിൽ, സിന്ധു നദിയുടെ ഇൻഡസ് റിവർ തീരത്താണ് ആര്യന്മാർ കുടിയേറി പാർത്തിരുന്നത്. അവരുടെ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ലഭിച്ചത് വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങൾ തന്നെ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടം, വേദ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഋഗ്വേദ കാലഘട്ടം, അതുപോലെ പ്രീവേദിക് പീരീഡ്, പിൽക്കാല വേദ കാലഘട്ടം അല്ലേ. അത് ഏതൊക്കെയാണ് ഇയർ? 1500 മുതൽ 600 BC, 1500 to 600 BC വരെ. അതിൽ തന്നെ ഋഗ്വേദിക് പീരീഡ് 1500 to 1000 വരെ. പിന്നെയോ ബാക്കിയുള്ളത് പ്രീവേദിക് പീരീഡ് 1000 to 600 BC വരെ അല്ലേ. പിന്നീട് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും കന്നുകാലി മേക്കലായിരുന്നു. പിന്നെ ബാർലി കൃഷി ചെയ്തിരുന്നു. ഈ കന്നുകാലികൾക്ക് വേണ്ടി, കാറ്റിൽസിന് വേണ്ടിയിട്ട് ആര്യന്മാരും നോൺ ആര്യന്മാരും തമ്മിൽ ഗോത്രങ്ങളും തമ്മിലൊക്കെ യുദ്ധങ്ങൾ നടന്നിരുന്നു അല്ലേ. യുദ്ധത്തിൽ കീഴടക്കപ്പെട്ടവരെ ദാസന്മാരെന്ന് അല്ലേ, ദാസ്യൂസ് എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു അല്ലേ. ഇത്രയാണ് നമുക്ക്, പിന്നെ അവരുടെ ആരാധനാമൂർത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.